ഈ കാണുന്ന ചെടിയാണ് ദന്തപാല എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദന്തപാല കണ്ടു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും മനസ്സിലാവില്ല അത് എന്ത് ചെടിയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾക്ക് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഔഷധ ചെടിയല്ല ദന്തപാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. സോറിയാസിസിന് മാത്രമല്ല, ഇത് നമുക്ക് തലയിലുണ്ടാകുന്ന താരൻ, സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ നന്നായിട്ട് മാറാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ടുള്ള എണ്ണ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിലൊക്കെ തേക്കുകയാണെങ്കിൽ. പക്ഷേ സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം കംപ്ലീറ്റ്ലി ഈ ഒരു ഓയിൽ വെച്ച് മാറ്റാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറിയാസിസിന് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ല രീതിയിൽ വിശ്രമം കിട്ടുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക, നമ്മുടെ സ്ട്രെസ് ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കുക. അതായത് ടെൻഷനോ കാര്യങ്ങളൊന്നും നമ്മളെ മൈൻഡിൽ അങ്ങനെ വെച്ചുകൊണ്ട് ഒരു കാര്യത്തെപ്പറ്റി ഓർത്ത് നമ്മളിങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക. അതേപോലെ തന്നെ ഫുഡിൻ്റെ രീതി അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കൂടുതലും കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നല്ല, വെജായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, നോൺ വെജ് കഴിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കുന്നതിനല്ല പ്രശ്നം, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മൾ നോൺ വെജ് എപ്പോഴും കുക്ക് ചെയ്യുന്നത് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് ചൂട് കൂടുതലുണ്ടാകുന്നത്. മസാലകൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ശരീരത്തിന് ചൂടാണ് തരുന്നത്. അതുകൊണ്ടാണ് നോർമലായിട്ടുള്ള ആളുകൾ പോലും നോൺ വെജ് കഴിച്ചതിന് ശേഷം ശരീരത്തിന് ഭയങ്കര ചൂടാണെന്ന് പറയുന്നത്. അപ്പം സോറിയാസിസ് ഉള്ള ഒരാൾ ഇതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ മസാല ശരീരത്തിൽ ചെന്ന് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ചൂടുണ്ടാകും. അത് മുഖേന നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആകും. ഈ ഡ്രൈ ആകുന്ന സമയത്ത് സോറിയാസിസ് ഉള്ള ആൾക്കാരുടെ ശരീരം പൊട്ടാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലഡ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് നോൺ വെജ് മാത്രം കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഓയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് ഏകദേശം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് പോയെന്ന്. നമ്മൾ വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകും. പക്ഷേ അത് പോയിട്ടില്ല. ഏകദേശം ഒരു 1 ഇയറോളൊക്കെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ അസുഖങ്ങൾ കംപ്ലീറ്റ്ലി മാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടിട്ടില്ലാത്തവർ കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത്